ഹായ് ഗായ്സ്. സോ നമ്മളെ ഡേ 2 ഈ ഔട്ട്ഫിറ്റ് കണ്ടിട്ട് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾക്ക്. നമ്മളെ ജയ്പൂരാണ് പോകുന്നത്, മൈ ഡ്രീം ഡെസ്റ്റിനേഷൻ. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനപ്പം ഒരു ഭയങ്കര ടേസ്റ്റി ലുക്ക് പിടിക്കാമെന്ന് വിചാരിച്ചു. ഓറഞ്ച് സ്കേർട്ട്, ടോപ്പ്. അങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്, കൊള്ളാമോ? സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവിടെ ചെന്നിട്ട് കാണാം. നമുക്കിപ്പം 5:05 5:45 ബസ് വരുന്നത്. സോ അങ്ങോട്ടിപ്പോൾ ബസ് കിടക്കുന്നിടത്തോട്ട് പോവുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ 5 മണിക്ക് പെട്ടി ചുമന്ന് ബസ്സിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. അടിപൊളിയില്ലേ? ഇതാണ് നമ്മുടെ ഹോട്ടൽ. നമ്മൾ മസാല ദോശയാണ് പറഞ്ഞത്. അപ്പം മസാല ദോശയ്ക്ക് വേണ്ടി വെയിറ്റ് അങ്ങനെ ഇരിക്കും. അത് കാണിച്ചു വേന എടുക്കുന്നതേ പറഞ്ഞ അവിടെ നമ്മൾ ജാക്കറ്റ് ഇട്ട് കേട്ടോ പുറത്തുകൂടെ, കാരണം നല്ല തണുപ്പുണ്ട്. അച്ഛന് ഓർഡർ ചെയ്ത് ഇഡലി എത്തി ഗൈസ്. നല്ല പ്ലേറ്റ്. പക്ഷെ എത്തിയിരിക്കുകയാണ് ഗൈസ്. സോ ഞാൻ കഴിക്കട്ടെ. ഇവിടെ എത്തിയില്ല. കഴിക്കാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ രാജസ്ഥാനിൽ ശരിക്കും എത്തി കേട്ടോ. ഇനി കുറച്ചുകൂടെ പോകണമായിരിക്കും, അറിയാൻ വയ്യ. നമ്മൾ ഫുഡ് കഴിച്ചിട്ടിപ്പോൾ വാഷ്റൂമിൽ വന്നതാണ്. ഞാൻ ഈ ജാക്കറ്റ് ഇട്ടേക്കുന്നത് നല്ല വളിപ്പാണെന്ന് അറിയില്ല ഇവിടെ, പക്ഷേ നല്ല തണുപ്പുണ്ട് പുറത്ത്. അതാണ് ഇട്ടേക്കുന്നത്. ഇവിടെ എല്ലാവരും ജാക്കറ്റ് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. പക്ഷെ എനിക്ക് അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നലെ മേടിച്ചതാണ് 50 രൂപയ്ക്ക്. കൊള്ളാമോ? ഇനി അവിടെ പോയിട്ട് വേണം ഇതിൻ്റെ കൂടെ ഇടാനായിട്ട് മാച്ചിങ് മാല വാങ്ങിക്കാൻ. ഇന്നലെ നമ്മൾ ഡൽഹിയിലൊക്കെ കുറേ നോക്കി, പക്ഷെ കിട്ടിയില്ല. ഇവിടെ വന്നിട്ട് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചതല്ല. സോ അവിടെ കിട്ടുവാണെങ്കിൽ ഇത് മാറ്റിയിട്ട് ഞാൻ ഇടും. ഇതിൻ്റെ ഔട്ട്ഫിറ്റ് ഓക്കെ. നമുക്ക് എല്ലായിടത്തും പോകുമ്പോൾ ഓരോ ഇടക്കുള്ള പൊടി പിള്ളേരെ കിട്ടും. ഫ്ലൈറ്റിൽ പോയപ്പോൾ 2 പേരെ കിട്ടി. അതിപ്പോൾ ബസ്സിൽ ഇപ്പോൾ എപ്പോഴും ഒരു പാവം ഇങ്ങോട്ട് നോക്കിയിരിക്കും. ഗായ്സ്, ഈ ബസ്സിനകത്ത് ഒരു ഗെയിം നടക്കുക. ബോട്ടിൽ കൈമാറി വരണം. അതാരെ കയ്യിലാണ് പാട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നിൽക്കുന്നത് അവരവിടെ പോയി ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, പിന്നെ ഒരു ടാസ്കും ചെയ്യണം. പാട്ടിട്ടു ബൈ. അങ്ങനെ കറങ്ങി ബോട്ടിൽ പൊന്നുവിൻ്റെ കൈ വന്നു കേട്ടോ. അവൾക്ക് കിട്ടിയത് ഡാൻസാണ്. അങ്ങനെ അവളൊരു അടിപൊളി ഡാൻസ് കളിച്ചു. അങ്ങനെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ബോട്ടിൽ കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ വന്നു കേട്ടോ. എനിക്ക് കിട്ടിയ ടാസ്ക് എന്ന് പറയുന്നത് സിംഗിങ് സോങ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലായിരുന്നു എനിക്ക് എന്തോ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഞാനൊരു പാട്ട് പാടി കേട്ടോ. ആദ്യമൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പാട്ട് പാടി. ആ പാട്ട് എന്തായാലും ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ എല്ലാവരും ഓരോ ടാസ്കും ഇതും ചെയ്തു കേട്ടോ. ഭയങ്കര എൻജോയ് ചെയ്താണ് ഞങ്ങൾ എല്ലാ ടാസ്കും ചെയ്തത്. എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റി. അതുകൊണ്ട് ഈ ടാസ്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ.
അങ്ങനെ ഫൈനലി നമ്മുടെ ഡ്രീം പ്ലേസിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ജയ്പൂർ ദ പിങ്ക് സിറ്റി ഓഫ് ഇന്ത്യ. അവിടെ ചെന്നപ്പോൾ നമ്മൾ അവിടെ ആ എൻട്രി കയറി കഴിഞ്ഞപ്പോൾ തൊട്ട് ഫുൾ ഒരേ കണക്കുള്ള ആർക്കിടെക്റ്റും അതേപോലെ തന്നെ ഫുൾ സ്ഥലങ്ങളും ബിൽഡിംഗ് എല്ലാം പിങ്ക് കളറിലായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ. അങ്ങനെ നമ്മൾ കുറേ റീൽസിലൂടെയും വാൾപേപ്പറിലൂടെ ഒക്കെ കണ്ട ആ ഹവാമോൾ ഞാൻ നേരിട്ട് കണ്ടു കേട്ടോ. ഇത് ഭയങ്കര ഒരു മൊമെൻ്റ് തന്നെ ആയിരുന്നു. ശരിക്കും ഇതിനകത്ത് 953 വിൻഡോസാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പുറത്ത് എന്തെങ്കിലും ഫെസ്റ്റിവൽ നടക്കുവാണെങ്കിൽ അവിടുത്തെ സ്ത്രീകൾക്ക് ഇതിനകത്തൂടെ ആയിരുന്നു അത് കാണാനുള്ള അനുവാദം ഉണ്ടായിരുന്നത്. Windows. Actually, those days, king have many wives, so he made 900 windows. Up to 900 wife, no problem. So guys, നമ്മൾ ജയ്പൂർ വന്നു. അടിപൊളി അടിപൊളി ഡ്രസ്സുള്ള കടയുണ്ട്. കൊടുക്കത്തെ വെയിൽ. Instruments and all the instruments made by king in 1728. നമ്മുടെ പാക്കേജിനകത്ത് ഗൈഡ് ഉണ്ടായിരുന്നു. ഗൈഡ് ആവാൻ നമുക്ക് സ്വന്തമായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഇയാൾ ഒരു ഹിസ്റ്ററി ക്ലാസ് എടുക്കുന്ന പോലെ അരമണിക്കൂർ ക്ലാസ് എടുത്തോണ്ടിരിക്കുക. എന്ത് ചെയ്യാൻ അതിന് പോകുന്നിടത്തല്ല എങ്ങനെയാണോ എന്ന് അറിയത്തില്ല. അത് നമുക്ക് ഫോട്ടോ എടുക്കാനും പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഒരു കുൽഫി വാങ്ങി. പൊട്ടുന്നില്ല, ഭയങ്കര കട്ടി. ടേസ്റ്റ് ഉണ്ട്. ഈ പാലസിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ഇതേപോലത്തെ പപ്പറ്റ് ഷോ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് കാണുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇവരുടെ അടുത്ത് പോയി ഒന്ന് ഫോട്ടോ എടുത്തപ്പോൾ അവർ എനിക്ക് വേണ്ടി പ്ലേ ചെയ്തതാണ് കേട്ടോ ഇത്. അവിടെ ആരും ഇല്ലായിരുന്നു. സോ ഗൈസ്, നമ്മളിപ്പോ പാലസിന്റെ അകത്ത് ഫുള്ള് കണ്ടു. ഒന്നും വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. കാരണം നമുക്ക് എന്തൊക്കെ കാണണമെന്നൊന്നും അറിയാൻ പറ്റില്ല. ഫോട്ടോ എടുക്കാൻ പോകും, വീഡിയോ എടുക്കാൻ പോകും, എല്ലാം ടെൻഷനായി പോയി. എല്ലാ സ്ഥലം കൂടെ കണ്ടപ്പോഴത്തേക്ക്. സോ ഞാൻ അതിന്റെ ഇടയ്ക്ക് വ്ളോഗ് എടുക്കാൻ മറന്നു. അപ്പൊ പാലസിനെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങി. അതിനകത്ത് കുറെ സ്ഥലം നമുക്ക് മിസ്സായി കാണാനായിട്ട്. നമ്മൾ ചെറിയൊരു ട്രക്കിങ് പോവാണ്. ആംബർ ഫോർട്ട്. ഈ ജീപ്പിനകത്താണ് നമ്മൾ പോകുന്നത്. നമ്മൾ അത്രയും ഏറ്റവും കയറി ഇങ്ങ് വന്നു ഗൈസ്. നമ്മൾ മിറർ പാലസിലോട്ടാണ് ഇപ്പൊ പോകുന്നത്. അയ്യോ, ഇത് ഫുള്ള് തൗസൻഡ്സ് ഓഫ് മിറർ കൊണ്ട് പണിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. നമ്മളവിടെ നമ്മളെ ഫോണിൽ ഫ്ലാഷ് ഓൺ ആക്കിയാൽ ഫുള്ളി നമുക്കവിടെ ഫുള്ള് ഷൈൻ ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മളെല്ലാവരും നമ്മളുടെ ഫോണിൽ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ എല്ലാ മിററിലും അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ടോട്ടലി ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഗൈസ്, അത് സാഫ്രോൺ തോട്ടമാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ബിർള ടെമ്പിൾ വന്നു കേട്ടോ. അവിടെ ഫോണൊന്നും അലൗഡ് അല്ലായിരുന്നു. സോ എനിക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ ചെന്നപ്പോൾ എല്ലാവരും രാജസ്ഥാനി ഡ്രസ്സ് ഇടുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എല്ലാവരും ഇട്ടുണ്ടപ്പോൾ ഞങ്ങളും ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. അങ്ങനെ കുറേ ഫോട്ടോസ് നമ്മൾ എടുത്തായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ലപോലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ ഫോണിൽ ഒട്ടും ചാർജില്ലായിരുന്നു. അതുപോലെ തന്നെ ഒട്ടും സമയവും കിട്ടിയില്ല. നമുക്ക് തന്നെ സ്ഥലങ്ങളൊന്നും നല്ല രീതിയിൽ കാണാൻ പോലും പറ്റിയില്ല.
സോ നമ്മളിപ്പോൾ ലാസ്റ്റായിട്ട് നിൽക്കുന്നത് ഏതോ ഒരു ബിർള ടെമ്പിൾ അങ്ങനെ സംതിങ്ങിലാണ്. സോ ഇപ്പം എൻ്റെ ഫോൺ ഓഫാവും. അതിന് മുമ്പ് ഞങ്ങൾ റൂമിൽ എത്തിയിരിക്കും. ഇന്ന് ജയ്പൂർ തന്നെയാണ് കേട്ടോ സ്റ്റേ. ഉണ്ട് ഇവിടെ ഇപ്പം നല്ല തണുപ്പുണ്ട്. സോ ഞാൻ ഇട്ട ഡ്രസ്സിൻ്റെ പുറത്തൂടെ ജാക്കറ്റ് എടുത്തിട്ട് എനിക്ക് പനിയായെന്ന് തോന്നുന്നു ഗൈസ്. നല്ല മൂക്ക് വേദന, അതുമല്ല തൊണ്ടവേദനയുണ്ട്. അയ്യോ നല്ല ടയേർഡായി, കാലൊക്കെ വേദന എടുക്കും നടന്ന്. സോ നാളെ നമുക്ക് താജ്മഹൽ വെച്ച് കാണാം. ഞാൻ ഇന്ന് എൻ്റെ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനിയൊന്നുമില്ല എടുക്കാനായിട്ട്, കാരണം ഇത് ലാസ്റ്റാണ്. ഇവിടെ നേരെ നമ്മൾ റൂമിലോട്ടായിരിക്കും പോകുന്നത്. റൂമിൽ പോയിട്ട് ചാർജ് ചെയ്തിട്ട് എന്തെങ്കിലും ക്ലിപ്സ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ബൈ. അങ്ങനെ നമ്മൾ നൈറ്റ് സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ എത്തിയിട്ട് അവിടെ ചെന്ന് ഭയങ്കരമായ ചെണ്ടോട്ടും അങ്ങനെയൊക്കെ. ഞാൻ ആദ്യം വിചാരിച്ചത് ഞങ്ങളെ വെൽക്കം ചെയ്യാനായിട്ടായിരിക്കുമെന്ന്. പക്ഷേ അല്ല, അവിടെ ഒരു മാരേജ് ഫംഗ്ഷൻ നടക്കുമായിരുന്നു. സോ നമുക്ക് റൂം കിട്ടി, റൂമിലേക്ക് പോവാണ്. ചത്ത് സോ ഗൈസ്, നമ്മുടെ റൂം. പിന്നെ നമ്മൾ റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ഫുഡ് കഴിക്കുന്നൊന്നും ഞാൻ എടുത്തില്ല, എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. ഇതാട്ടോ ഞങ്ങളെ റൂം. രാത്രി 11-12 മണിയൊക്കെ കാണും. എനിക്ക് നല്ല പനി അടിച്ച് ഒട്ടും വയ്യ. ഞാൻ എന്താ കാപ്പി ഉണ്ടാക്കി കുടിക്കുക. അയ്യോ എന്തൊരാശ്വാസം. തലെല്ലാം നേരെ എടുത്തിട്ട് വയ്യ. മൂക്കും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു തോന്നില്ലേ, ട്രിപ്പ് വെള്ളത്തിലാവുമെന്തോ. എന്തായാലും ലാസ്റ്റ് ഡേ എപ്പോഴും പനിയായത്. ഒട്ടും വയ്യ, മൂക്കൊലിപ്പ്. അവിടെ പനി വരാതിരിക്കാനുള്ള ഗുളിക കഴിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ നേരത്തെ ഒരു വട്ടം വൈൻഡപ്പ് ചെയ്തു തോന്നുന്നു, ചാർജ് ഇല്ലാഞ്ഞിട്ട്. ഇപ്പോൾ റൂമിൽ വന്നിട്ട് ഫോണിൽ ചാർജൊക്കെ ആക്കിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞാൻ കാപ്പി കുടിച്ചിട്ട് നേരത്തെ ഇടന്ന് ഉറങ്ങട്ടെ. നാളെ നമുക്ക് താജ്മഹൽ പോകാനുള്ളതാണ്. സോ 4 മണിക്കെന്തോ എഴുന്നേക്കണം. അപ്പോൾ ഗുഡ് നൈറ്റ് ഗായ്സ്. അടുത്ത വീഡിയോയിൽ കാണാം.